ഗായ്സ്, അപ്പോൾ നമ്മളെ ഇളയച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനും മമ്മിയും കൂടെ കുറച്ച് ബിരിയാണിയൊക്കെ സെറ്റാക്കി. അതിനുശേഷം നമ്മൾ കുറച്ച് പായസം വെച്ചു കേട്ടോ. അപ്പോൾ കാരമൽ സേമിയോ പായസമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് വേറെന്തോ സംഭവമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയും തൈരും അച്ചാറും കൂട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ച് മസ്തായിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ അപ്പോഴേക്ക് നമ്മളെ നസ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഗിഫ്റ്റ് ആയിട്ടായിരുന്നു വന്നത്. അപ്പം തന്നെ അന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ചെരുപ്പാണ് കൊണ്ടുവന്നത്. ഈ കാണുന്നതാട്ടോ ചെരുപ്പ്. അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നത് കൊണ്ട് വണ്ടി എൻ്റെ കയ്യിലാണ്. അപ്പം എൻ്റെ കെട്ടുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ നേരെ ബസ് നിർത്തുന്ന സമയമായപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ സൈഡാക്കി നമ്മൾ കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റൊക്കെ. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ അടുത്തുള്ള നമ്മളെ മുജീബ് ഖാൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ മുജീബ് ഖാനിലായിരുന്നു മകനുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഒരുപാട് ഗിഫ്റ്റൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ മൂപ്പരാൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഫ്രെയിമാണ്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് തന്നെ നമുക്കൊരു ചുരിദാർ സെറ്റ് എടുക്കാനുണ്ടായിരുന്നു നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് മുകളിൽ പോയിട്ട് ചുരിദാർ സെറ്റൊക്കെ നോക്കി സെറ്റാക്കി. അത് നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന പോലെ തന്നെ പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവൻ അതൊക്കെ സെറ്റാക്കി തന്നു. അങ്ങനെ ഞാനിതൊക്കെ സെറ്റാക്കുമ്പോഴേക്കും മൂപ്പര് പോയിട്ട് കേക്ക് വാങ്ങാൻ പോയിരുന്നു. അപ്പം നമ്മൾ അന്നശ്ശേരിയിലുള്ള കുട്ടേട്ടൻ്റെ അടുത്തുനിന്നായിരുന്നു നമ്മൾ കേക്ക് വാങ്ങിയത്. നല്ല അടിപൊളി കേക്കാട്ടോ. നമ്മൾ റെഡ് വെൽവെറ്റിനായിരുന്നു കൊടുത്തത്. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കി തന്നെ കേക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം മാമിയുടെ വകയായിരുന്നു കേക്ക്. അപ്പം അത് ജെസിക്ക് മാമി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിയതും ജെസിക്ക് കൊടുത്തു. അതിനുശേഷം മമ്മയും കൊടുത്തു കേട്ടോ. അപ്പം നസ്രത്ത് നേരത്തെ കൊടുത്തായിരുന്നു. അപ്പം തന്നെ പേക്കൊക്കെ പൊട്ടിച്ച് എല്ലാവരും അതൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയി. ഒന്നും അറിയാൻ മറന്നുപോയി. അപ്പൊ ജെസി ഇട്ട ചുരിദാരം നമ്മളെ ഉമ്മ കൊടുത്തതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉമ്മക്ക് ചെറിയൊരു വിഷമമായാലോ. അങ്ങനെ പൊളിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേക്ക് മുറിക്കാനാണ് പോയത്. ഈ കാണിക്കുന്ന ചുരിദാറാണ് കേട്ടോ നമ്മൾ മമ്മക്ക് വേണ്ടിയിട്ട് അവിടുന്ന് വാങ്ങിച്ചത്. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഒരുപാട് കേക്ക് കഴിച്ചു. അത്യാവശ്യം നല്ല വലിയ കേക്കായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് നസ്രത്തിനെ വീട്ടിലാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയി. അപ്പോൾ അവിടുന്ന് അന്നു ആദ്യം പറഞ്ഞു നമ്മൾ ഡാൻസ് കളിച്ചിട്ട് അത് യൂട്യൂബിൽ ഇടണമെന്ന്. അപ്പം മക്കളുടെ ആഗ്രഹമല്ലേ, അപ്പം ഞാനതങ്ങ് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സംസാരിച്ചിരുന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വരുന്ന സമയത്ത് കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് ഒരു ഫ്രണ്ടിനൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ച് അവിടുന്ന് നേരെ പെട്രോൾ പമ്പിലേക്ക് പോയി. അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ കാറ്റൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.